പിണറായി പ്രതിപുരുഷന്റെ പിടിയിലോ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രേണ്ടയും ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ താങ്കളിൽ നിന്ന് മനസ്സു തുറന്നുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിണറായി വിജയന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻകൈയെടുക്കാൻ കഴിയുമല്ലോ. AGയുടെ കാര്യം ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞു. അതിനേക്കാൾ പ്രഗത്ഭനായ MK ദാമോദരൻ വഴിയും പിണറായി വിജയന് ഇത് നിർവഹിക്കാവുന്നതാണ്, ആ മനസ്സുണ്ടെങ്കിൽ. എന്തായാലും പിണറായി വിജയൻ ആ മനസ്സില്ല എന്ന് തോന്നുമ്പോൾ MK ദാമോദരൻ പ്രതിഭാസം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇതിനൊക്കെ കാരണഭൂതമായ വിവാദ വിഷയത്തിൽ MK ദാമോദരൻ ഓരോരോ ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യവും അങ്ങേക്കറിയാവുന്നതാണ്. ഈ ഗവൺമെൻറ് പ്ലീഡർ മാഞ്ഞൂരാൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ ഇടപെടിക്കുകയുണ്ടായി ആ കുടുംബം. അതിൻ്റെ ഭാഗമായി MK ദാമോദരൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നീട് ആ സ്ത്രീ അവരുടെ മൊഴിയിൽ ഉറച്ചു നിന്നതിൻ്റെ ഭാഗമായി പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുത്തതിൻ്റെ ഭാഗമായി പോലീസുകാരോട് MK ദാമോദരന് വിപ്രതിപത്തി ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ചു പോയത് MK ദാമോദരൻ്റെ ജൂനിയറാണ്. അയാൾക്ക് പരിക്കേറ്റു. അതിൽ മുറിവേറ്റൊരു സിംഹത്തെപ്പോലെ ക്രുദ്ധനാണ് MK ദാമോദരൻ. ഈ പറയുന്ന ബെഹ്റയെ അവിടെ വിളിച്ചു വരുത്തി ആശയവിനിമയം നടത്തുന്നതിൽ MK ദാമോദരൻ പ്രത്യക്ഷമായി തന്നെ മുൻകൈയെടുക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശക പദവി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരോട് വിരോധമുണ്ട്. എല്ലാത്തിലുമുപരി അതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം VS അച്യുതാനന്ദനാണെന്ന് സ്വയം വിശ്വസിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയുടെ അയോഗ്യത കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാനൊരു ഹർജി രൂപേണ MK ദാമോദരൻ്റെ അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ MK ദാമോദരൻ ഫാക്ടർ പ്രധാനമാണോ? മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിക്കുന്ന ഒരു ദുരുദ്ദേശ സ്വഭാവമുള്ള ഉപദേശത്തിൻ്റെ ഒരു സാന്നിധ്യം താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വേണു. കാരണം വേണു എന്നെ ചെറുതായിട്ടൊന്ന് പ്രതിരോധത്തിലാക്കി സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ BJP-കാരനാണെന്നുള്ളത് ഒന്ന് മാറ്റിവെച്ച് ഞാൻ തുറന്ന് പറയട്ടെ. നാളെ രാവിലെ AG ഒരു പെറ്റീഷൻ മൂവ് ചെയ്യുന്നു. ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയണം. ലോവർ കോർട്ടിലും നിയന്ത്രണം വേണ്ട, ഹൈക്കോടതിയിലും വേണ്ട, എല്ലാം പഴയ പോലെ ആവട്ടെ. മാധ്യമപ്രവർത്തകർക്കുള്ള എല്ലാ പരിരക്ഷയും ഈ സർക്കാർ ഉറപ്പുവരുത്തും എന്ന് AG ഒരു സത്യവാങ്മൂലം, ഒരു പെറ്റീഷൻ സമർപ്പിക്കുന്നു. അതിനോട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനും KUWJയും യോജിക്കുന്നു. തീർച്ചയായിട്ടും ജഡ്ജിമാർ പറയും ശരി, അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ. കാരണം 3-4 ഹൈക്കോടതി അടക്കം 3-4 കോടതികളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ബാക്കി എത്രയോ കോടതികളുണ്ട്. അങ്ങ് ഈ പറയുന്ന AGയുടെ മുൻകൈ ഉണ്ടാകാതിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മുൻകൈ ഉണ്ടാകാതിരിക്കുന്നത് ഒരു അവതാരത്തിൻ്റെ സ്വാധീനം കൊണ്ടാണോ? ഞാൻ തുറന്നു പറയട്ടെ വേണു, എനിക്ക് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് MK ദാമോദരനുമായിട്ട് അടുത്ത് പരിചയമില്ല. പക്ഷേ വർഷങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം എന്നെ കണ്ടാൽ തിരിച്ചറിയ പോലുമില്ല. എനിക്കറിയാവുന്ന അഡ്വക്കേറ്റ് MK ദാമോദരൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഇങ്ങനത്തെ ഈ ഏർപ്പാടിനോ ആൾക്കാരെ വിട്ട് കലാപം ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും പോകുന്ന ആളല്ല. അദ്ദേഹം വിവാദത്തിൽപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ആ വിവാദത്തിൽ അദ്ദേഹം ആ വിവാദത്തിൽ പെടരുതായിരുന്നു എന്ന് പരസ്യമായിട്ട് തന്നെ വാദിച്ചു. VM സുധീരൻ അനാവശ്യമായ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയല്ല. VM സുധീരനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി, ഈ MK ദാമോദരനാണ് ഇതിന് പിന്നിലെ ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങ് അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന്. അത്തരം സംസാരങ്ങളുണ്ട്. VM സുധീരൻ്റെ മറുപടിയാണ്, അത്തരം സംസാരങ്ങളുണ്ട്. അദ്ദേഹം നിഷേധിക്കുകയല്ല അത്. പിന്നെ ഈ സന്ദർഭത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഗവർണർക്ക് കത്തയക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് VM സുധീരൻ. അതുകൊണ്ട് അതിൻ്റെ പക്വത വെച്ചുകൊണ്ട് VM സുധീരൻ പറയുകയാണ് ഇപ്പോൾ ആ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന്. ഭംഗേന്ദ്രനാണ്, നിങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലേ പിണറായി പറഞ്ഞ ചില അവതാരങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ ഈ വിഷയത്തെ ഈ രൂപത്തിൽ എരി പകർന്ന് ഇങ്ങനെ നിർത്തുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്? യാതൊരു സംശയം വേണ്ട വേണു. ഇത് കേരളത്തിൽ കൊച്ചിയിൽ, ഞാനിന്ന് കൊച്ചിയിലുണ്ടായിരുന്ന ആളാണ് പകൽ മുഴുവൻ. ഹൈക്കോടതി പ്രതിയുടെ പ്രാന്തപ്രദേശത്തും ഉണ്ടായിരുന്ന ആളുകളാണ്. ഇത് വക്കീലന്മാരോ മാധ്യമപ്രവർത്തകരോ മാത്രമല്ല, അതല്ലാത്ത പല സമൂഹത്തിലും
ഉന്നതമായ സമൂഹത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സഖാവ് പിണറായി വിജയനുമായി നല്ല സൗഹൃദമുള്ള ആളുകൾ, അദ്ദേഹം നല്ല മുഖ്യമന്ത്രി ആവട്ടെ, നല്ല ഗവൺമെൻറ് നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ള പുരോഗമന ആശയങ്ങളുള്ള നിരവധി ആളുകൾ, അതുപോലത്തെ കമ്മ്യൂണിസ്റ്റ് വെൽവിഷേഴ്സ് എന്ന് പറയാവുന്ന ആളുകൾ, അവർക്കിടയിലടക്കം ഒരു പ്രത്യേകത, ഒരു ചർച്ച, ഇത് മുഖ്യമന്ത്രിയെ ഉപദേശക വിവാദങ്ങൾക്ക് കാരണമായ ആളുകൾ, അവരുടെ ചില അദൃശ്യകരങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട്. അത് വല്ലാതെ അതിനൊരു സിൻഡ്രം മുഖ്യമന്ത്രിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗഡ്സുള്ള ആളാണ്. ഈ പറഞ്ഞ ആളുകളുടെ കമൻറ്റുകളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ നല്ല ഗഡ്സുള്ള ആളാണ്. അച്യുതാനന്ദനെ പോലും ഒതുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ പോലും പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് ഭയത്തോടോ അല്ലെങ്കിൽ ശാസനയോടോ കൂടിയുള്ള അംഗീകാരം ഉണ്ടാകുന്ന ആളാണ്. പാർട്ടിയിൽ വലിയ നിയന്ത്രണമുള്ള ആളാണ്. ഒരാൾക്കും അദ്ദേഹത്തെ മറ്റ് രീതിയിൽ കൊണ്ടാകാൻ പറ്റാത്ത ആളാണ്. അങ്ങനത്തെ ഒരാൾ സാധാരണ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് കൂടി, ഒരു സെക്കൻഡ് കൂടി വേണം, ഒരു സെക്കൻഡ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ എളുപ്പത്തിൽ ശ്രമിക്കേണ്ട ഒരാൾ അത് ശ്രമിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ചില അദൃശ്യ ഉപദേശകരുണ്ട്. ഔദ്യോഗിക ഉപദേശ സ്ഥാനങ്ങളിൽ നിന്ന് മാറിയ അദൃശ്യ ഉപദേശകരുടെ എന്തോ ചില പിൻബലമുണ്ട്, അവരുടെ ചില ഇടപെടലുണ്ട്. വാദഗതി എന്ന് പറയുന്നത് കോടതിക്കകത്ത് സർക്കാരിന് എന്ത് റോൾ, എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ശരി, ഒരു വാദത്തിന് അത് അംഗീകരിച്ചാൽ ഈ പ്രത്യേക സംഭവം എല്ലാം ചുരുളഴിയുന്നതിന് ആധാരമായ പരാതിയും അതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ കാര്യം ഒരു കോടതി വിഷയമല്ല എന്ന് വെച്ചാൽ കോടതിയിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിന് ഇടപെടാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പ്ലീഡറെ ടെർമിനേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ ആഭിമുഖ്യം? കഴിഞ്ഞ ഗവൺമെന്റ് പ്ലീഡർ അല്ലേ? ചെയ്തിട്ടുണ്ടോ? അതെ, ഒരു നിമിഷം, ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും തീരുമാനം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല എന്ത് അത്ഭുത സിദ്ധിയാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുന്നത് എന്ന്. അത് കോടതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ. AG പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. AG ഈ മാഞ്ഞൂരാന് കേസുകൾ കൊടുക്കുന്നില്ല. അത്രയെങ്കിലും നല്ല കാര്യം നടക്കുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു ജനാധിപത്യ ഭരണക്രമമാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ ഈ GP യഥാർത്ഥത്തിൽ GP അല്ലാതാകും. അത് ചെയ്തിട്ടില്ല. കഴിയുന്നൊരു ചുവട് AG വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇവിടേക്കാണ് ചില അദൃശ്യ സാന്നിധ്യങ്ങൾ പ്രസക്തമാകുന്നത്. 2, പോലീസ് ബെഹ്റ വന്നതിന് ശേഷം ഈ വിഷയത്തിൽ ബെഹ്റ തന്നെ പറഞ്ഞതുപോലെ റൂറലിലുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ചുമതല നൽകി. ഈ സ്ത്രീ ആ പരാതിയിൽ ഉറച്ചു നിന്നു. ഇപ്പോഴത്തെ സ്ഥിതിക്ക് പോലീസ് വിചാരിച്ചാൽ ചാർജ് കൊടുക്കാൻ കഴിയും, ബെയില് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകാൻ കഴിയും. പോലീസും മുൻകൈ എടുക്കുന്നില്ല. അപ്പോൾ പിണറായി വിജയനും MK ദാമോദരനും ഏതൊക്കെ സംവിധാനങ്ങളെയാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത് ശ്രീ റിയാസ്? ഇവിടെ കോടതി ഒരു തടസ്സമല്ല. ഈ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുന്ന 2 വഴികളാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം പറയാലോ വേണു അല്ലേ? ഒന്ന്, വേണുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ വേണുവിനെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. എക്സലൻറ്റ്. ഈ ഒരു വിഷയത്തെ ഇങ്ങനെ കോർത്ത് അത് എവിടേക്ക് എത്തിച്ചു. ഒരു ഹോളിവുഡ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പോലും പറ്റാത്ത കാര്യമാണ് ശ്രീ വേണു ചെയ്തിട്ടുള്ളത്. കൺഗ്രാജുലേഷൻ, എക്സലൻറ്റ്. പക്ഷേ അതിൽ ശ്രീ TM പ്രതാപൻ്റെ അഭിനയം കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. വേണ്ടത്ര നന്നായിട്ടില്ല. അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. ഈ വിഷയത്തിലേക്ക് കിടക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇപ്പോൾ ശ്രീ വേണു പറഞ്ഞ വിഷയം ഇന്നിപ്പോൾ ഞാൻ ഏതോ ചാനൽ കണ്ടു, ആരോ മൊഴി കൊടുത്തു, ഈ പ്രത്യേക അഭിഭാഷകനെതിരെ മൊഴി കൊടുത്തു എന്ന്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള അഭിഭാഷകൻ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ടതില്ല, ആ കസേരയിൽ ഇരിക്കില്ല. അത് ഇടതുപക്ഷ സർക്കാർ അതിൽ ഇടപെട്ടിരിക്കും. മറ്റ് പല വിഷയങ്ങൾക്കും ഉത്തരം പറയേണ്ടത് തന്നെയല്ല. ഇപ്പോൾ സമൂഹം കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ പോലും കോർത്തിണക്കുന്ന എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ, ഒരു സംശയം വേണ്ടതില്ല. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണം അത് പ്രധാന അജണ്ടയാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ്റിനൊരു നിലപാടില്ല, മുഖ്യമന്ത്രിക്കും ഇല്ല. അതൊരു സ്റ്റാൻഡാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ശ്രീ NM പിയേഴ്സൺ, പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെടാതെ ഇരിക്കുന്നത്
ദുരൂഹമാണ് എന്ന് വ്യക്തമാകുന്ന രണ്ട് സന്ദർഭങ്ങളല്ലേ ഇത്? അങ്ങനെയെങ്കിൽ ഗുരുതരമാണിത്. ഇത് കോടതി റിപ്പോർട്ടിങ്ങിലേക്കോ അഭിഭാഷകരും മാധ്യമക്കാരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലായിട്ടോ ഒന്നുമല്ല ഇതിനെ ചുരുക്കി കാണേണ്ടത്. ഇവിടെ ഒരു കേസിൻ്റെ ഗതിക്രമങ്ങളെ തടസ്സപ്പെടുത്തുക, ഒരു നിമിഷം ശ്രീ ടി എൻ പ്രതാപൻ, ഗതിക്രമങ്ങളെ തടസ്സപ്പെടുത്തുക, ഒരു സംവിധാനത്തെ മന്ദീപിക്കുക, എന്നിട്ട് ഇന്ന് അതേ മുഖ്യമന്ത്രി തന്നെ ഗ്വാഗ്വാ വിളിക്കുകയാണ് പോലീസുകാരുടെ പരിപാടിയിൽ ഇരുന്നുകൊണ്ട്. പോലീസുകാർ അത് ചെയ്യരുത്, പോലീസുകാർ ഇത് ചെയ്യരുത്. ശരിയാണ്, പോലീസുകാർ ഈ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന നില വരികയാണ് എങ്കിൽ ഇത് വലിയൊരു ജനകീയ വിചാരണയ്ക്ക് വിധേയനാകാനുള്ള നാളുകളിലേക്ക് പിണറായി വിജയൻ സ്വയം എത്തിക്കുകയല്ലേ അദ്ദേഹത്തെ? അല്ല, പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മനോഭാവമുള്ള മനുഷ്യരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെടാതിരിക്കാനുള്ള കഴിവും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഉപയോഗിക്കാതിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർ ചോദിക്കുന്നൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇമേജ് മോശമാകുന്നതിന് അനുസൃതമായിരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്? ശ്രീ എം കെ ദാമോദരൻ്റെ കേസിൽ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ സംഭവങ്ങളെല്ലാം വളരെ സങ്കീർണമായി വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ലേഖനം എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഒരു പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ തന്നെയാണ് എഴുതിയിരുന്നത്. ഞാൻ പറയുന്നത് നമ്മളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ട് ഇത്തരത്തിലുള്ള നിയമകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്. എന്നിട്ട് പോലും അവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയോ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ ബോധപൂർവം നിർമ്മിക്കുന്ന ആളുകളാണ് എന്നും അതിനിടയിൽ വലിയ തരത്തിലുള്ളതായിട്ടുള്ള നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന് സംശയിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഗവൺമെൻറ് പ്ലീഡറുടെ കാര്യം പറഞ്ഞു, ശരിയാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എറണാകുളത്തെ കോൺവെൻറ്റ് റോഡിന് അരികിൽ വെച്ച് അദ്ദേഹം ഒരു യുവതിയെ കയറി പിടിക്കുന്നത് നാട്ടുകാർ കണ്ട്, നാട്ടുകാരിടപെട്ട്, നാട്ടുകാരാണ് അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. ഒരു വിഷയം ഉണ്ടായിക്കഴിയുമ്പോൾ അത് വലിയ തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു വിഷയമായിട്ട് വളരാനായിട്ട് ഒരു കാരണവശാലും പിണറായി വിജയനെ പോലുള്ളതായിട്ടുള്ളൊരു നേതാവ് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ അത്തരം ഒരു വളരെ സ്ട്രിക്റ്റായ അദ്ദേഹത്തിൻ്റെ ശൈലി അനുസരിച്ചുള്ള പ്രവർത്തനം കാണാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവതാരങ്ങളുടെ സാന്നിധ്യവും അതിൻ്റെ പിന്നിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് മാണി കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വക്കീലാണ് അദ്ദേഹം. എനിക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ ഇനി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ അതിനൊക്കെ മറുപടി പറയാനായിട്ട് നടക്കേണ്ടതായിട്ട് വരും. വരാൻ പോകുന്നതായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിൻ്റെ തുടക്കത്തിന് പോലും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചർച്ച ചെയ്തിരിക്കും. നിങ്ങൾ എന്തിനാണ് ആളെ കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾ എടുത്ത് ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ ഈ സംശയങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു പോകും. ശരി, ശ്രീ ടി ജി മോഹൻദാസ്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപ് AG ഒരു ചുവട് നീങ്ങി, പക്ഷെ അതിനപ്പുറത്തേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. പോലീസ് ഒരു ചുവടും നീങ്ങാതെ നിൽക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എന്തായാലും കോടതിക്കല്ലല്ലോ ശ്രീ ടി ജി മോഹൻദാസ്? അല്ല ഞാൻ പറയുന്നത് അതാണ്. ഞാൻ പ്രായോഗികമായ ഒരു കാര്യം പറഞ്ഞത്. അത് മുഖ്യമന്ത്രിക്ക് ചെയ്യിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, നാളെ തന്നെ ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അത് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് റിയാസിനോട് പറയാനുള്ളത്, എന്തിനാണ് റിയാസ് ഈ ചീത്തപ്പേരിനൊക്കെ പോകുന്നതെന്നേ. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, വെറുതെ സംശയം ഉണ്ടാക്കും നമ്മളെപ്പറ്റി. സുശീല ഭട്ടിനെ മാറ്റി. സുശീല ഭട്ട് മാത്രമേ വക്കീലുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, വേറെ വക്കീലും ഉണ്ട്. പക്ഷെ മാറ്റിയപ്പോൾ ഒരു സംശയം ഉണ്ടായില്ലേ? കോൺഗ്രസ് ഇരുന്നപ്പോൾ അത് മാറ്റിയപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ടി എൻ പ്രതാപനും VD സതീശനും ഒക്കെയാണ് പറഞ്ഞാൽ അവരെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചു. അപ്പോൾ ഒരു പബ്ലിക്കിന് ഒരു ട്രസ്റ്റുള്ള ഒരു വക്കീൽ അദ്ദേഹത്തെ മാറ്റുക, വേറൊരു പബ്ലിക്കിന് വലിയ ട്രസ്റ്റ് ഇല്ലാത്ത ആളെ വെച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണ് ഈ സംശയത്തിൻ്റെ നിഴലിൽ നിങ്ങൾ കുടുങ്ങി ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ ഇപ്പോൾ വേണു ഉണ്ടാക്കിയ ഹോളിവുഡിനെ വെല്ലുന്ന സ്ക്രിപ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ കഥകളൊക്കെ നിലനിൽക്കുന്നു. ഞാൻ പിന്നെ അതൊരു തരം ഗോസിപ്പാണല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഇത് ഉണ്ടാവാൻ പാടില്ല. റിയാസ് കുറെ കൂടെ സുതാര്യമായിട്ട് പ്രവർത്തിക്കണം. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുമായിട്ട് രസത്തിൽ അല്ലാതെ ലാവൽ കേസ് മുതൽ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഒരു മീഡിയ ഫ്രണ്ട്ലി ആയേ പറ്റൂ. അതൊരു ഓക്കുപേഷണൽ ഹസാർഡാണ്. മീഡിയ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത് മനസ്സിൻ്റെ ഒരു കോണിൽ ഇരിക്കട്ടെ. പക്ഷേ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം, നിർബന്ധമായിട്ടും ചെയ്യണം. അതെന്തുകൊണ്ടാണ് സാധ്യമാകാതെ വരുന്നത്?
സൂപ്പർ പ്രേണ്ടയും ഒരു ഇടവേളയിൽ കൂടി പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രേണ്ടയും ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ്. പിണറായിക്ക് മാധ്യമങ്ങളോട് പകയോ അതോ മാധ്യമ പേടിയോ? ഇടവേളയ്ക്ക് ശേഷം.